ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസത്തെ കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇന്ന് ദൈവത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 4:12. അതിങ്ങനെ വായിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രിയമുള്ളവരെ, നാം ലോകത്തിന്റെ അനവധി സംഭവങ്ങളെ കുറിച്ച് പല രീതിയിൽ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് വരെ എല്ലാ സൗരയൂഥത്തിലെ ഗോളങ്ങളും ഭൂമിയെയാണ് ചുറ്റുന്നതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രം, എല്ലാ ഗോളങ്ങളും അതിനെ ചുറ്റുന്നു എന്നായിരുന്നു അതുവരെ കരുതിയിരുന്നത്. എന്നാൽ കോപ്പർനിക്കസ് തന്റെ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച് പറഞ്ഞത് ഭൂമിയല്ല, എല്ലാ ഗ്രഹങ്ങളും, സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് ചുറ്റുന്നത്. അങ്ങനെ സൂര്യൻ ഇതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രമായി അവര് അന്ന് പറയുകയുണ്ടായി. പിന്നീട് ദൂരദർശിനിയുടെ ഉപയോഗത്തിലൂടെ, അതിന്റെ കാഴ്ചയിലൂടെ കുറെ കൂടെ തെളിവുകൾ ലഭിക്കുകയുണ്ടായി. ഗലീലിയോ അത് കണ്ടുപിടിച്ചതിലൂടെ ഈ തത്വം അല്ലെങ്കിൽ ഈ ആശയം കുറെ കൂടെ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. എന്നാൽ പിന്നീട് വീണ്ടും കുറെ കാലം കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ വീണ്ടും നോക്കി അന്വേഷിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തി പറയുന്നത് സൂര്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ല എന്നാണ്. ആദ്യം അവർ വിചാരിച്ചിരുന്നു ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. പിന്നീട് കോപ്പർനിക്കസിന്റെ ഗവേഷണത്തിലൂടെ പറഞ്ഞു സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. എന്നാൽ വീണ്ടും ശാസ്ത്രജ്ഞന്മാർ അന്വേഷണത്തിലൂടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി സൂര്യനല്ല ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. എന്നാൽ വളരെ കൃത്യമായി നമ്മൾ ചിന്തിച്ചാൽ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ് അത് കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഈ സകലത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ കേന്ദ്രം എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥ കേന്ദ്രം? നേരത്തെ ശാസ്ത്രലോകം പറഞ്ഞു ആദ്യം ഭൂമിയാണ്, എല്ലാ ഗോളങ്ങളും അതിനെ ചുറ്റുന്നു. പിന്നീട് അതിന് വ്യത്യാസം വന്നു, ഭൂമിയല്ല സൂര്യനാണ്, എല്ലാ ഗോളങ്ങളും ഭൂമിയെ ചുറ്റുന്നു. പിന്നീട് അവര് വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? സൂര്യനുമല്ല ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്താണെന്ന് കൃത്യമായി ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ തിരുവചനം അസന്നിഗ്ധമായി പറയുന്നു ക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സകലത്തിന്റെയും കേന്ദ്രമെന്ന്. എന്നാൽ ഈ ക്രിസ്തു സകലത്തിന്റെ കേന്ദ്രമാണ് എന്ന് ബൈബിൾ പറയുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുവാൻ, അത് അങ്ങനെയല്ല എന്ന് ജനത്തെ വിശ്വസിപ്പിക്കുവാൻ ക്രിസ്തുവിന്റെ എതിരാളിയായ ലൂസിഫർ അഥവാ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫറിന് ദൈവത്തോട് തുല്യനാകുവാനുള്ളതായ ആഗ്രഹം. ദൈവത്തോട് തുല്യനാകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? നാം എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളരണം, ദൈവത്തിന് തുല്യമാകണമെന്നാണ്. എന്നാൽ ഏതിലാണ് നാം ദൈവത്തോട് തുല്യരാകേണ്ടത്? സ്വഭാവത്തിലാണ് തുല്യരാകേണ്ടത്. എന്നാൽ സാത്താൻ എന്തിലാണ് തുല്യനാകാൻ ശ്രമിച്ചത്? സ്വഭാവത്തിലല്ല, അധികാരത്തിലാണ്. അപ്പൊ സാത്താൻ, ഈ ലൂസിഫർ അഥവാ സാത്താനായി മാറിയ ലൂസിഫർ ദൈവത്തോട് സമനാകുവാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് വരുവാനാണ്. അതുകൊണ്ടാണ് സാത്താൻ യേശുക്രിസ്തുവിനെ
പരീക്ഷിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുണ്ടായി. എന്താ പറഞ്ഞത്? നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. അപ്പോൾ ലൂസിഫറിന്റെ ആഗ്രഹം എന്താണ്? സകലത്തിന്റെയും അധികാരമുള്ളവനെ മാറുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നാം എല്ലാവരും ദൈവത്തിന്റെ സ്വഭാവമുള്ളവരെ മാറുക എന്നുള്ളതാണ്. ആ ദൈവ സ്വഭാവമുള്ളവരായി മാറേണ്ടതിനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും ആ പ്രകാശം, ആ വെളിച്ചം നമുക്ക് തന്നുകൊണ്ടിരുന്നതും. ഇന്നും സാത്താൻ ശ്രമിക്കുന്ന എന്താണ്? ഏതെങ്കിലും യേശുക്രിസ്തു അല്ല ഈ സകലത്തിന്റെയും കേന്ദ്രം എന്ന് വരുത്തി തീർത്തുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ആകാം. ചിലപ്പോൾ ചില മനുഷ്യരാണ് എല്ലാത്തിന്റെയും കേന്ദ്രം, എല്ലാത്തിന്റെയും അധികാരമുള്ളത് എന്ന് വരുത്തി തീർക്കുവാൻ, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളാണ്, ചില സഭയാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയാണ്, ഈ ഭൂമിയിലുള്ള സമ്പത്താണ് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ പിശാച് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരുത്തി തീർക്കാനാണ് അവന്റെ ഇഷ്ടം. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഒരു സംശയത്തിനും ഇട നൽകാതെ വളരെ വ്യക്തമായി പറയുന്നു, പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ കേന്ദ്രം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് അതിന്റെ കേന്ദ്രം കാണാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഉടമ സൃഷ്ടിപ്പിന്റെ അധികാരം, അവകാശം നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന, സകലത്തിന്റെയും കേന്ദ്രമാകുന്ന ക്രിസ്തുവിൽ നമ്മുടെ ശ്രദ്ധയെ വെച്ചുകൊണ്ട് ആ ക്രിസ്തുവിലേക്ക് ചുറ്റുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് വളരുവാൻ, ക്രിസ്തുവിനോട് ചേരുവാനുള്ളതായിരിക്കണം നമ്മുടെ ശ്രമം. സകല ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നത് പോലെ, സൂര്യൻ എല്ലാ സൗരയൂഥത്തിന്റെ കേന്ദ്ര ബിന്ദുവായതുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രഗോളമായതുകൊണ്ട് അതിനെ ചുറ്റുന്നത് പോലെ നമുക്ക് നീതി സൂര്യനാകുന്ന ക്രിസ്തുവിനെ ചുറ്റിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും തീരുവാൻ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേട്ട് നമ്മുടെ സമർപ്പണത്തെ സ്വീകരിച്ച് ദിനംതോറും അങ്ങനെ വളരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ വഹിക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കുറ്റപ്പുഴ സഭയിൽ നിന്നും ഫ്രാങ്ക്ലിൻ ബിജുവിന്റെ ജന്മദിനമാണ്. അതുപോലെ കണ്ണമ്പള്ളി സഭയിലെ ജസ്ലിന്റെ ജന്മദിനമാണ്. ഈ രണ്ടുപേർക്കും എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദൈവം പുതുക്കി കൊടുത്തിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അവരെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, നാളിതുവരെയും കർത്താവ് അടിങ്ങളെ അതിശയകരമായി കാത്തുപരിപാലിച്ചു. ഞങ്ങൾ കർത്താവെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അവിടുന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയിലല്ലാതെ രക്ഷ വേറൊരുത്തലുമില്ല എന്നുള്ളതായ വചനം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ചേരുവാൻ, അങ്ങയുടെ സ്വഭാവത്തിൽ പൂർണ്ണത വരെ മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ ലോകത്തിൽ കർത്താവെ അങ്ങയിൽ നിന്നുള്ളതായ ഞങ്ങളുടെ ശ്രദ്ധയെ മാറ്റുവാൻ, വേറെ പലതിനെയും കേന്ദ്രമാക്കുവാൻ ഞങ്ങൾക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിലൊന്നും വീണു പോകാതെ ക്രിസ്തുവിനെ മാത്രം ഞങ്ങളുടെ കേന്ദ്രമായി കണ്ടുകൊണ്ട് അതിനെ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെയും അനുഗ്രഹിക്കണമേ. അവിടെ നൽകിയിരിക്കുന്നതായ ആരോഗ്യവും ആയുസ്സും തിരുനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ച് അന്ത്യത്തോളം ഞങ്ങളെ എല്ലാവരും കാത്തുപരിപാലിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.